നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന മറ്റൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എണ്ണയുമില്ലാതെ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ഒരു റെസിപ്പിയാണ്, അതായത് ചീസി പൊട്ടറ്റോ റാപ്സ്. അപ്പം എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ എല്ലാവരും ഈ റെസിപ്പിയൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണ്. ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുഴയ്ക്കുന്ന സമയത്ത് ഒരല്പം അയമോദകം കൂടി ചേർത്തിട്ടുണ്ട്. അത്രയും ഒരു വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ കുഴച്ചെടുത്തിട്ടുള്ള മാവാണിത്. അത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്ത ശേഷം നമുക്കിഷ്ടമുള്ള പച്ചക്കറികളൊക്കെ തന്നെ വേവിച്ചെടുക്കാവുന്നതാണ്. ഞാൻ പക്ഷേ ഇവിടെ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും നമ്മുടെ സ്വീറ്റ് കോണും മാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ ബീട്രൂട്ടോ ക്യാരറ്റ് ഒക്കെ വേണമെങ്കിൽ ഇതുപോലെ നന്നായിട്ട് വേവിച്ച് ഉടച്ച് ഫില്ലിങ്സ് ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് നന്നായിട്ടൊന്ന് വേവിച്ച് കൂട്ടത്തിൽ ഗ്രീൻ പീസും സ്വീറ്റ് കോണും ഇട്ട് എല്ലാം നന്നായി വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഇളക്കി ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ രുചിക്ക് ഒരല്പം ഗരം മസാല കൂടി ചേർക്കുന്നു. പിന്നെ ഉപ്പ് മഞ്ഞളും കൂടി ഇട്ടിട്ടായിരുന്നു ഞാൻ വേവിച്ചെടുത്തത്. ഞാൻ പിന്നെ എനിക്കിവിടെ കുരുമുളക് പൊടിയാണ് ഇടുന്നത്. നിങ്ങൾക്കിപ്പം പച്ചമുളകിൻ്റെ എരിയ ഇഷ്ടമെങ്കിൽ അങ്ങനെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം, അല്ലെ ചില്ലി ഫ്ലേക്സ്, അങ്ങനെ എന്താണ് നിങ്ങൾക്ക് എന്തിൻ്റെ എരിയാണ് ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുരുമുളക് പൊടിയാണ് എനിക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കഴിയുമ്പോൾ അതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാളയും ഒരല്പം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. അതും ചേർത്ത ശേഷം അതും നന്നായിട്ട് ഇളക്കി ഈ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം ഇനി നമ്മൾ ഇത് ആവിയിൽ വെച്ച് വേവിക്കാറുള്ളൂ. അതിന് ഞാനൊരു പാത്രത്തിൽ ഒരല്പം വെള്ളം എടുത്ത് നന്നായിട്ട് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ചെറിയ ചപ്പാത്തിക്ക് വേണ്ടി പരത്തുന്ന പോലെ ആ മാവെല്ലാം നന്നായിട്ട് പരത്തിയും എടുത്തിട്ടുണ്ട്. അതെല്ലാം പരത്തിയെടുത്ത ശേഷം ഒരെണ്ണത്തിനകത്തേക്ക് ഞാനൊരല്പം മസാലയും ചേർക്കുന്നു. ഒരല്പം ചീസ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതങ്ങോട്ട് മടക്കി എടുക്കുക. ഇങ്ങനെ ഞാൻ ഇങ്ങനൊരു ഷേപ്പിലാണ് മടക്കി എടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ ബാക്കി പരത്തി വെച്ചിരിക്കുന്നതും കൂടെ ഫില്ലിങ് വെച്ച് നന്നായിട്ട് മടക്കി എടുക്കാം. ഇപ്പൊ ഞാൻ രണ്ടെണ്ണം ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയെല്ലാം മടക്കി എടുക്കുകയാണ്. അപ്പൊ എല്ലാം മടക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തേക്കിനും നമ്മുടെ ചരുവത്തിൽ വെച്ചിരുന്ന വെള്ളവും ഏകദേശം തിളച്ചു തുടങ്ങി. ഇനി ഇതിന്റെ പുറത്തേക്ക് നമ്മൾ ആവി കയറാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാത്രം കൂടി വെച്ചിട്ട് അതിനകത്തേക്ക് ഈ നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാം നിരത്തി വെച്ച ശേഷം ഒരു 15 മിനിറ്റ് അടച്ച് വേവിച്ചെടുക്കുക. അല്ല ഇഡ്ഡലി കുട്ടത്തിൽ വേണേലും നമുക്കിങ്ങനെ നിരത്തി വെച്ച് വേവിച്ചെടുക്കാം.
ഇപ്പം എല്ലാം ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ്സ് ഇത് അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. ഞാൻ ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചീസി പൊട്ടറ്റോ റാപ്സ് ഇത് ഇങ്ങനെ ഇരിക്കും. അപ്പം എളുപ്പം ഉണ്ടാക്കാവുന്നതും എണ്ണയില്ലാതെ ഉണ്ടാക്കാവുന്നതും നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ വെച്ച് ഉണ്ടാക്കാവുന്നതുമായിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് പറയണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നിടം വരെ എല്ലാവർക്കും ശുഭദിനം.